നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ഇന്നത്തെ ഒരു കുപ്പി കള്ള് മേടിച്ച ശേഷം ആൾ തേണ്ട എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ഷിപ്മെൻറ്റ്സ് എല്ലാം റെഡിയായി വലിയ ട്രക്കിൽ കണക്ട് ചെയ്യാൻ പോകുന്നത് വഴി ഇന്ദുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ എന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ആൾ തേണ്ട എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ലോഡ് കണക്ട് ചെയ്യാനായിട്ട് പോയി. നമ്മുടെ പോത്തീസിൻ്റെ ബാക്കിൽ മണപ്പാട്ടിപ്പറമ്പിലാണ് ട്രക്ക് വരുന്നത്. അവിടെ കൊണ്ടുവേണം നമ്മൾ ലോഡ് കണക്ട് ചെയ്യാൻ. നമ്മുടെ ഇവിടെ കൊച്ചിയിൽ നിന്ന് ബുക്ക് ചെയ്യുന്ന ഷിപ്മെൻറ്റ്സ് ബാംഗ്ലൂർ ചെന്നിട്ട് അവിടെ നിന്നാണ് മറ്റ് കൺട്രീസിലേക്ക് പോകേണ്ടത്, അതാത് കൺട്രീസിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ട്രക്കിനടുത്ത് എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ട്രക്കിലാണ് എല്ലാ ഷിപ്മെൻറ്റ്സും ബാംഗ്ലൂർക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബോക്സ് എല്ലാം ട്രക്കിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓഫീസിൽ വണ്ടി കൊണ്ടിട്ടിട്ട് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് റെഡിയായി ഇനി വേണം ഉണ്ണിയെ കാണാൻ പോകാൻ. അപ്പോൾ നമ്മൾ ഓഫീസിൽ വന്ന് വണ്ടി ഇട്ടിട്ട് നമ്മുടെ ബൈക്ക് എടുത്ത് ഇനി റൂമിൽ ചെന്ന് റെഡി ആയിട്ട് വേണം ഉണ്ണിയുടെ അടുത്ത് പോകാൻ. കൊച്ചി ആയതുകൊണ്ട് തന്നെ അറിയാമല്ലോ, നല്ല ബ്ലോക്കാണ്, നല്ല ബ്ലോക്കുണ്ട്. പയ്യെ പയ്യെ പോകുന്നതേ ഉള്ളൂ. ഏതായാലും ഇന്ന് ചെല്ലുമ്പോഴത്തേന് കുറച്ച് താമസിക്കും. ഞാൻ റെഡിയായിട്ട് വന്നു. ഇന്ദു വരാനായിട്ട് വെയിറ്റിങ്ങിലാണ്. അതേ ആൾ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ രണ്ടുപേരും പോകാൻ തുടങ്ങി. വൈറ്റിലേന്ന് ഏകദേശം ഒരു 20-22 കിലോമീറ്റർ ദൂരമുണ്ട് അവിടെ എത്താൻ. പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും കുറച്ച് സ്വീറ്റ്സ് മേടിക്കണം. സ്വീറ്റ്സൊക്കെയാണ് വിഷ്ണുമായ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ. നമ്മളെന്നും സ്വീറ്റ്സ് മേടിക്കുന്ന ഒരു കടയുണ്ട്, ബേക്കറി ഉണ്ട്. അവിടുന്ന് മേടിക്കാമെന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷേ ഞങ്ങളിന്ന് ആ ബേക്കറി കണ്ടില്ല, അതാണ് സത്യം. ഞാനും കണ്ടില്ല, ഇന്ദുവും കണ്ടില്ല, രണ്ടുപേരും കണ്ടില്ല എന്ന് പറയുന്നതിനേക്കാളും കാണിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും അതിൻ്റേതായൊരു ശരി. ഉള്ളത് പറയാമല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും രണ്ട് സൈഡ്, റോഡിൻ്റെ രണ്ട് സൈഡ് നല്ലപോലെ നോക്കിയിട്ട് ഒരു ബേക്കറി പിന്നെ കണ്ടില്ല. അതായത് ഉണ്ണിക്ക് ഇന്ന് കള്ള് വേണം, അതാണ് കാര്യം. അങ്ങനെ പറയാൻ കാരണം മറ്റൊന്നുമല്ല, ബേക്കറി കണ്ടില്ലെങ്കിലും 2-3 സ്ഥലത്ത് കള്ള് ഷാപ്പ് ഞാൻ കണ്ടു. അതാണ് എനിക്കങ്ങനെ തോന്നിയത്. അതിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അങ്ങനെ പിന്നെ കള്ള് ഷാപ്പിൽ നിർത്തി ഒരു കുപ്പി കള്ള് മേടിച്ച് അങ്ങനെ ഞങ്ങൾ കൂളിവനത്തിലെത്തി. വിഷ്ണുമായ സ്വാമിയുടെ ഈ ചെറിയ മഠത്തിൻ്റെ പേരാണ് കൂളിവനം. ഇന്നിവിടെ കലശമായിരുന്നു, അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലെ എന്ത് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും വിഷമങ്ങളാണെങ്കിലും എന്തും ഇവിടെ വന്ന് ഉണ്ണിയോട് ഉള്ളതിങ്ങനെ തുറന്ന് പറയുമ്പം നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, അല്ലെങ്കിൽ ഒരു ആശ്വാസമുണ്ട്. എന്ത് കാര്യങ്ങളും, സന്തോഷങ്ങളിലാണെങ്കിലും സങ്കടത്തിലാണെങ്കിലും എപ്പോഴും എന്ത് കാര്യത്തിനും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് ഒരാൾ. ഉണ്ണി നമ്മുടെ കൂടെ ഉണ്ട് എപ്പോഴും എന്ന് നമ്മുടെ മനസ്സറിഞ്ഞ് വിശ്വസിക്കുന്ന ഒരു നിമിഷം, അല്ലെങ്കിൽ ഇവിടെ വന്ന് അതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു സമയം, പറഞ്ഞറിയിക്കാൻ കഴിയുന്ന ഒരു റിലീഫല്ല നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്.